ഇന്ന് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. സംസ്ഥാനത്തുടനീളം മലയാള ഭാഷാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിപുലമായ പരിപാടികൾ നടക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ മെട്രോ പില്ലറിന് മുകളിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനുള്ള ഓപ്പറേഷൻ മ്യാവു എന്ന രക്ഷാപ്രവർത്തനം ഇന്ന് പുരോഗമിക്കുന്നു. കലൂരിലെ 556 നമ്പർ മെട്രോ പില്ലറിന് മുകളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു പൂച്ച കുടുങ്ങിക്കിടക്കുകയാണ്. ഗാന്ധിനഗറിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും ആനിമൽ റെസ്ക്യൂ ടീമും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി ഈ റൂട്ടിലെ മെട്രോ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ഇലക്ട്രിക് ലൈനുകൾ ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പൂച്ചയെ താഴെയിറക്കാൻ എത്തിച്ച ക്രെയിനിന്റെ ഹൈഡ്രോളിക് ലിഫ്റ്റ് തകരാറായതിനെ തുടർന്ന് ദൗത്യം താൽക്കാലികമായി തടസ്സപ്പെട്ടു. പകരം സംവിധാനം എത്തിച്ച ശേഷം ദൗത്യം പുനരാരംഭിക്കും. സുഭാഷ് എന്ന് പ്രദേശവാസികൾ വിളിക്കുന്ന ഈ പൂച്ച നിലവിൽ അതീവ അവശ നിലയിലാണ്. പില്ലറിന് മുകളിൽ തളർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അടിയന്തരമായി രക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ ഇന്ന് ഉച്ചയോടെ നടന്ന ശസ്ത്രക്രിയയിലൂടെ 51-കാരിയായ ഉഷ ജോസഫിന്റെ വയറ്റിൽ കുടുങ്ങിയ മോസ്കിറ്റോ ഫോസെപ്സ് വിജയകരമായി പുറത്തെടുത്തു. നിയമപരമായ നടപടികളുടെ ഭാഗമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 2 സർക്കാർ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ശസ്ത്രക്രിയ. പുറത്തെടുത്ത ഉപകരണം കേസിലെ തെളിവായി അമ്പലപ്പുഴ ഡിവൈഎസ്പിക്ക് കൈമാറി. ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ലളിതാംബിക കരുണാകരനെ മാത്രം പ്രതിയാക്കി അമ്പലപ്പുഴ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 125, 125A പ്രകാരം ജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ അശ്രദ്ധമായി പ്രവർത്തിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. 2021 ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ ജെ ഷാഹിദ ആയിരുന്നെങ്കിലും നിലവിലെ എഫ്ഐആറിൽ ഇവരെ പ്രതിയാക്കിയിട്ടില്ല. എന്നാൽ അന്വേഷണം പുരോഗമിക്കുന്ന മുറയ്ക്ക് കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കാം. ഡോക്ടർ ജെ ഷാഹിദ, PS ധന്യ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാർ ഉൾപ്പെട്ട വിദഗ്ധ സമിതിയെ വിശദമായ അന്വേഷണത്തിനായി നിയോഗിച്ചു.